தலைக்காக உயிர் கொடுத்துருக்கிறோம். இப்ப வந்து வேற மாதிரி பண்றாரு எங்க தலை, எங்களுக்காகவே ஃபுல் சம்பவம் பண்ணிருக்காரு. മാമേ അതാണ് ഗുഡ് ബാഡ് അഗ്ലിയെ പറ്റി എങ്ങും പോസിറ്റീവ് റെസ്പോൺസുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അജിത് കുമാർ AKയുടെ ഏറ്റവും വലിയ ഫാൻ ബോയ് എന്ന് വിളിക്കുന്ന ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഞാൻ കണ്ടില്ല, പക്ഷേ പറയാതിരിക്കാൻ പറ്റുന്നില്ല. തമിഴ്നാട്ടിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഓളം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കാരണം ഈ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം ഫാൻസ് തമിഴ്നാട്ടിൽ അങ്ങ് കിഴിക്കുകയാണ്. കാരണം കേരളത്തിൽ പോലും അജിത് ആരാധകർ അവരെല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന സിനിമ എന്നൊക്കെ പറയില്ലേ. എത്ര തുടർ പരാജയങ്ങൾ നമ്മൾ തുനിവെടുത്ത് നോക്കിയാൽ പോലും, അല്ലെങ്കിൽ സംവിധായകൻ ശിവയുമൊത്ത് ആദ്യത്തെ 2 സിനിമകൾ ഹിറ്റായതല്ലാതെ ബാക്കിയുള്ള സിനിമകളെല്ലാം പരാജയപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ റിലീസായ വിടാമുയർച്ചി തിയേറ്ററിൽ വമ്പൻ പരാജയമായി നിൽക്കുമ്പോൾ അജിത് ആരാധകർ കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയേണ്ടി വരും. കാരണം ആരാധകർ അമ്മാതിരി ആവേശത്തിലാണ്. ഇതുപോലെ അജിത്തിൻ്റെ അഴിഞ്ഞാട്ടം കണ്ടിട്ട് വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു മങ്കാത്തേക്ക് ആണ് ആളുകൾ പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കോമഡി എന്താണെന്നറിയോ? മങ്കാത്തേക്കാൾ മേലെയാണ് ഫാൻസ് വെക്കുന്നത് എന്നുള്ളതാണ്. അതായത് മങ്കാത്തേക്കാൾ മേലെ എന്തായിരിക്കും ഈ സിനിമയിൽ ആദിക് രവിചന്ദ്രൻ ചെയ്തു വെച്ചേക്കുന്നത് എന്നൊരു ചോദ്യം എൻ്റെ റെസ്പോൺസ് എടുക്കാൻ പോയ സമയത്ത് എനിക്ക് തോന്നിപ്പോയി. കാരണം മങ്കാത്തേക്ക് മേലെയോ? പല സിനിമകൾ അജിത്തിൻ്റേത് അതിനുശേഷം റിലീസ് ചെയ്തപ്പോൾ പോലും മങ്കാത്തേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ മങ്കാത്തെ ഒന്നും പ്രതീക്ഷിച്ച് വരണ്ട, ഇതാണ് ഡയലോഗ് കേട്ടുള്ളത്. പക്ഷേ നിങ്ങൾ മങ്കാത്തേക്ക് മേലെ പ്രതീക്ഷ വെച്ചോളൂ, ബില്ലയ്ക്ക് മേലെ പ്രതീക്ഷ വെച്ചോളൂ, ദീനയ്ക്ക് മേലെ പ്രതീക്ഷ വെച്ചോളൂ എന്നൊക്കെ ഫാൻസ് പറയുമ്പോൾ എന്തായിരിക്കും ആദിക്ക് അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ സിനിമയുടെ റിലീസിന് മുൻപ് തന്നെ വളരെയധികം ഹൈപ്പ് ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ആദിക് രവിചന്ദ്രൻ അജിത് ഫാൻ ബോയ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. വളരെ ഒരു ട്രൂലി ഫാൻ ബോയ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ആദിക് രവിചന്ദ്രൻ. 2, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സിനിമയായ മാർക്ക് ആൻ്റണിയാണ്. മാർക്ക് ആൻ്റണി കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തലേന്ന് ആ സിനിമ പോവില്ല. അത് അത്രമാത്രം ഗംഭീരമായി വർക്കൗട്ട് ചെയ്തിരിക്കുന്ന, ഹ്യൂമറും ടൈം ട്രാവലും എല്ലാം കൂടി ചേർന്ന് വളരെ കോംപ്ലക്സ് ആയി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ട് വളരെ ഡൈല്യൂട്ട് ആക്കിക്കൊണ്ട് എല്ലാതരം പ്രേക്ഷകരെയും സംതൃപ്തപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മാർക്ക് ആൻ്റണി ആദിക്ക് ചെയ്തു വെച്ചത്. അതിനുശേഷം അജിത്തിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ OG സംഭവം പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഗോഡ് ബ്ലസ് യു പാട്ടായിക്കോട്ടെ, ഇത് രണ്ടും എൻ്റെ പ്ലേ ലിസ്റ്റിൽ റിപ്പീറ്റഡ് സോങ്സ് ആണ്. അതിനുശേഷം വന്ന ട്രെയിലർ, ഇപ്പോൾ ടീസർ ഒക്കെ വന്നു കഴിഞ്ഞ് ഈ സിനിമയുടെ ഹൈപ്പ് കയറി ബൂമാവുകയായിരുന്നു. വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ, ഇത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്നും പാളിപ്പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഫാൻ ബോയ് പറയാണ്, ലോകേഷ് കനകരാജിന് എങ്ങനെയാണ് കമൽഹാസനെ വെച്ച് ചെയ്തതുപോലെ, കാർത്തിക് സുബ്രാജ് എങ്ങനെയാണ് രജനി സാറിനെ വെച്ച് ചെയ്തതുപോലെ, ആറ്റ്ലി എങ്ങനെയാണ് വിജയെ വെച്ച് ചെയ്തതുപോലെ, അതുപോലെ അജിത് സാറിനെ വെച്ച് ഞാനൊരു പടം ചെയ്യാൻ പോവുകയാണെന്ന് ആദിക്കിൻ്റെ കോൺഫിഡൻസ് തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പർ ജനറേറ്റ് ചെയ്തത്. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ക്രൗഡാണ് തമിഴ്നാട്ടിൽ ഇറപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ അജിത് ആരാധകരും അത്രമേൽ കാത്തിരുന്ന 285 അടി കട്ടൗട്ടൊക്കെ ഉയർന്നിട്ട് അത് പാളിപ്പോകുന്നൊരു കാഴ്ചയൊക്കെയുണ്ടായിരുന്നു. ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ആ വീഡിയോ, കട്ടൗട്ടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് വിടാമുയർച്ചയും തുനിവും ഒക്കെ ഉണ്ടാക്കിയ ആ ഒരു നിരാശ, അതിൽ നിന്ന് മാറി അജിത് ആരാധകർക്ക് ഒരു സന്തോഷത്തിനൊരു നിമിഷം ഉണ്ടാക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. ആൻഡ് മറ്റൊരു കാര്യം, ഈ ഫാൻസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഈ സിനിമ പൊങ്കലിന് റിലീസ് ആകേണ്ടതായിരുന്നു. ഒരു ഓണത്തിൽ, ഒരു ഫെസ്റ്റിവൽ ടൈം, തമിഴ്നാട്ടിലൊരു ഫെസ്റ്റിവൽ ടൈമിൽ റിലീസ് ആവേണ്ട ഒരു പടമായിരുന്നെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ ഉപരി നിന്നേനെ എന്നുള്ളതാണ് ഫാൻസിൻ്റെ അഭിപ്രായം. പക്ഷേ ഈ കാണുന്ന റെസ്പോൺസുകൾ വെച്ചിട്ടും തമിഴ്നാട്ടിലുണ്ടാകുന്ന ക്രേസും വെച്ചിട്ട് ഒരു കാര്യം ഉറപ്പാണ്, അജിത്തിൻ്റെ കസേര എങ്ങും പോയിട്ടില്ല. അത് ഒരു വിട്ടുവീഴ്ചയില്ല. അജിത്തിൻ്റെ എത്ര ഫ്ലോപ്പ് സിനിമകൾ ഇറങ്ങിയാൽ പോലും ഒരു ഹിറ്റ് ചിത്രം മതി. തല എന്ന് വിളിക്കരുതെന്ന് അജിത്ത് പറയുമെങ്കിൽ പോലും ആ തല അവിടെ തന്നെ ഉണ്ട്. ആ തലയുടെ സിംഹാസനം എങ്ങും മാറിയിട്ടില്ല എന്ന് വിളിച്ചോതുന്ന തരത്തിലാണ് നിലവിലത്തെ റെസ്പോൺസുകൾ വരുന്നത്. സോ ഗുഡ് ബാഡ് അഗ്ലി ചിത്രം നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ സിനിമ അനുഭവപ്പെട്ടതെന്നും കൂടി പറയുക. ലോജിക്കൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു പക്ക ഫാൻ ബോയ് ട്രീറ്റ് എന്ന രീതിയിലേക്ക് അജിത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ആ സിനിമ പോയി കാണുക. അല്ലാതെ ഇങ്ങനെ ലോജിക്കലി വെച്ച് സംസാരിക്കാതെ ഈ സിനിമ വളരെ എൻ്റർടൈനിങ് ഫാക്ടർ എന്ന രീതിയിൽ മാത്രം ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുക. അത് തന്നെയാണ് അണിയറ പ്രവർത്തകർ എല്ലാവരും ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ലോജിക്ക് നോക്കരുത്, നിങ്ങൾക്കൊരു തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി സിനിമയായിരിക്കും എന്നുള്ള ഫാൻസിൻ്റെ വാക്കുകൾ, അതിൽ തന്നെയാണ് ഈ സിനിമ പിടിച്ചു നിൽക്കുന്നതും എന്നുള്ളത് പറയേണ്ടി വരും. സോ ലോജിക്കൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, അത് ലോജിക്കിൻ്റെ തലച്ചോറൊന്ന് മാറ്റി വെച്ചുകൊണ്ട് എൻ്റർടൈൻഡ് ആവാൻ വേണ്ടി നിങ്ങൾ അജിത്ത് ആരാധകനാണെങ്കിൽ ഡോണ്ട് മിസ് ദിസ് ഔട്ട്. റെസ്പോൺസുകളിൽ നിന്നും അത് വ്യക്തമാണ്. സോ അതാണ് ഗുഡ് ബാഡ് അഗ്ലിയെ പറ്റിയുള്ള ഫസ്റ്റ് റെസ്പോൺസ്. അത് ഞാൻ കണ്ടിട്ടില്ല പടം, റിയാക്ഷൻസ് വെച്ച് മാത്രം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും എല്ലായിടത്തും പോസിറ്റീവാണ്, ത്രൂ ഔട്ട് പോസിറ്റീവാണ്. എല്ലായിടത്തും പോസിറ്റീവ് ആകുമ്പോഴേക്കും നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം. സോ അതാണ് നിലവിലത്തെ അഭിപ്രായം. സിനിമ കണ്ടവരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്.